ഹായ് ഗായ്സ്, ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാണ്. ഞങ്ങൾ 5 വരെ പോവുക കേട്ടോ. ഫിസിക്കോട്ടൻ്റെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ഷോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫിസു ഹായ് പറ. ഫിസു ഹായ് പറ. കൊരണ്ടിയൊക്കെ ആയിട്ട് പോകുന്ന എന്തിനാന്നൊക്കെ നിങ്ങൾ വിചാരിക്കും കേട്ടോ. ഇത് ഉമ്മയുടെ ഐഡിയ കേട്ടോ. കുഞ്ഞിലെ തൊട്ടേ ഉമ്മ കറങ്ങാനൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് കൊരണ്ടി ഇട്ടിട്ട് അതിന് മണ്ടേ നിർത്തിയിട്ടോ ഫിസിക്കുട്ടനെ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ പോയിട്ടുണ്ടായിരുന്നേ. ഉമ്മായും ഫിസിക്കുട്ടൻ്റെ മുമ്പേ പോകുന്നു, ഞങ്ങൾ ബാക്കേ പോകുമായിരുന്നേ. ഫിസിക്കുട്ട ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ടോ. അങ്ങനെ അവൾ കണ്ണാടി നോക്കി ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങളത് ചിരിക്കുക കേട്ടോ. അങ്ങനെ 5-ലെത്തിയിട്ടുണ്ടേ. നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ ത്രെഡ് ചെയ്യാനാണ്. പാത്തുവിനൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് സുന്ദരി ആവണ്ടേന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. അങ്ങനെ ത്രെഡിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോഴത്തേനും ഫിസിക്കുട്ട അതിനകത്ത് അവിടെ ഓരോ സംഭവത്തിനകത്തൊക്കെ കയറി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണേ. പാത്തു നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്നത് ആയൂരൊരു ഷോപ്പിലായിരുന്നു. ഇപ്പം അങ്ങ് വരെ പോവണ്ടേ, അതുകൊണ്ട് 5-ലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴത്തേനും ഫിസിക്കുട്ടിന് അവിടെ നിൽക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ വേണം. അങ്ങനെ അവിടുത്തെ ചേച്ചി ക്യൂടെക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഉമ്മയുടെ കൂട്ടുകാരുടെ ഷോപ്പ് തന്നെയാണ്, അതുകൊണ്ട് നല്ല ഫ്രീഡമായിട്ട് ഓരോന്നിലൊക്കെ തൊടയും പിടിക്കുകയൊക്കെ ചെയ്യുകയാണേ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടയിൽ മുട്ടായിയൊക്കെ തൂക്കിയിട്ടേക്കുന്ന കണ്ടപ്പം പുള്ളിക്കാരിക്കത് വേണം. അങ്ങനെ ഉമ്മ അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ബൈപ്പാസ് വഴി പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഫിസിക്കുട്ടിന് മരുന്ന് മേടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി മരുന്നൊക്കെ മേടിച്ചിട്ട് ചൂടൊക്കെയിൽ ഒരു ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരെണ്ണേ മേടിച്ചോളൂ, ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് കൊള്ളാമോ കൊള്ളത്തില്ലെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഒരെണ്ണം കേട്ടോ മേടിച്ചത്. അങ്ങനെ ഫിസിക്കുട്ട അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്ന താ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവൾക്ക് കഫക്കെട്ടുണ്ടായിട്ട് നമ്മൾ കുറച്ചേ കൊടുത്തിട്ടുള്ളായിരുന്നേ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് പാത്തും ഫിസിക്കുട്ടനും കൂടി അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു ടോപ്പ് എടുക്കാമെന്ന് പറഞ്ഞാൽ 5 ബ്ലൂബേ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ലേഡീസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി കളക്ഷനാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടോപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേന് ഞങ്ങൾ ടോപ്പൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പ്രൊഫൈലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അവർ നേരത്തെ തന്നെ പ്രൊഫൈൽ വന്നിരുന്ന ജ്യൂസും പപ്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഫിസിക്കുട്ടൻ ക്ഷമയെടുത്ത് ഭയങ്കര വഴക്ക്, ഷാർജ വേണമെന്ന്. അങ്ങനെ ഷാർജയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശകലേ കൊടുത്തിട്ടുള്ളായിരുന്നു, കഫക്കെട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബില്ല് തന്നിട്ടുണ്ടായിരുന്നേ. ബില്ല് ഫിസിക്കുട്ടൻ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് നമ്മൾ കണ്ടില്ലായിരുന്നേ. അങ്ങനെ വേറെ ബില്ലൊക്കെ എഴുതി ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഫിസുവിൻ്റെ ചെരുപ്പിനകത്ത് ബില്ല് ഇരിക്കുന്നു. അങ്ങനെ പിന്നെ ബില്ല് കണ്ടപ്പോഴത്തേന് അവൾ ചെരുപ്പെടുത്തില്ല, അതെന്തോ സംഭവമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ബഹളം വെക്കുകയാണേ. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് അങ്ങനെ ഫിസിക്കുട്ട ഉറങ്ങിയോണ്ട് ഉമ്മ പറഞ്ഞ് നമ്മുടെ വണ്ടി കയറ്റാം. അങ്ങനെ നമ്മുടെ വണ്ടി കയറ്റിയിട്ട് ഫിസിക്കുട്ടനെ നമ്മൾ കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ എന്തുമായാലും നമ്മൾ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ വീട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.